ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ഉടനടി ചെയ്തേ പറ്റൂ. ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇവിടെ ഡിമാൻഡ്സിന് പകരം കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ദ സിറ്റുവേഷൻ കോൾസ് ഫോർ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറയാം. ഇപ്പൊ കോൾസ് ഫോർ എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. കാലാവസ്ഥാ പ്രവചനം ഇന്ന് രാത്രി കനത്ത മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. ദ വെദർ ഫോർകാസ്റ്റ് പ്രെഡിക്ട്സ് ഹെവി റെയിൻ ടുനൈറ്റ്. ഇവിടെ പ്രെഡിക്ട്സ് പ്രവചിച്ചിരിക്കുന്നത്. ദ വെദർ ഫോർകാസ്റ്റ് കോൾസ് ഫോർ ഹെവി റെയിൻ ടുനൈറ്റ് എന്നും പറയാം. ഇവിടെ കോൾസ് ഫോറിന്റെ അർത്ഥം എന്താണെന്നറിയോ? പ്രെഡിക്റ്റ് സംതിങ് ഓർ ഫോർകാസ്റ്റ് സംതിങ്. എന്റെ ദൈവമേ, കോൾസ് ഫോർ എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വേർബിന് ഇത്ര അർത്ഥങ്ങളോ? നമ്മൾ ഈ മലയാളികൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷുകാർ ഇങ്ങനെ തുടങ്ങിയ അവർക്ക് 26 അക്ഷരമേ ഉള്ളല്ലോ. അതുകൊണ്ട് അവരിങ്ങനെ ഉള്ള വാക്കുകളിൽ ഒരുപാട് മീനിങ്സ് ഇങ്ങനെ കുത്തിത്തിരി കയറ്റുവാന്നാ തോന്നുന്നത്. അവള് ഡേ കെയർ സെന്ററിൽ കുട്ടികളെ വിളിക്കാൻ പോയി. ഈ കാര്യം നമുക്ക് പല രീതിയിൽ പറയാം. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഷി വെന്റ് ടു കളക്ട് ദ ചിൽഡ്രൻ ഫ്രം ദ ഡേ കെയർ സെന്റർ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടെയും കോൾസ് ഫോർ ഉപയോഗിക്കാന്നുള്ളതാണ്. ഷി കോൾഡ് ഫോർ ദ ചിൽഡ്രൻ അറ്റ് ദ ഡേ കെയർ സെന്റർ. ഇവിടെ കോൾ ഫോറിന്റെ അർത്ഥം എന്താ പറയുക? സ്റ്റോപ്ഡ് ബൈ. ഡേ കെയർ സെന്റർ എന്ന് പറയുന്ന ആ ലൊക്കേഷനിൽ അവൾ നിർത്തി. എന്തിന്? കുട്ടികളെ കളക്ട് ചെയ്യാൻ, വിളിക്കാൻ. ഷീ സ്റ്റോപ്ഡ് ബൈ ദ ഡേ കെയർ സെന്റർ ടു പിക്ക് അപ്പ് ദ ചിൽഡ്രൻ എന്നും പറയാം. ഇപ്പൊ ഒരു കാര്യം എത്ര തരത്തിൽ പറയാം അല്ലെ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ് ഏതാണെന്ന് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. നീ ആ ടെസ്റ്റ് പാസ്സായല്ലേ, അപ്പൊ പിന്നെ ഇന്ന് എന്തായാലും ഒരു സെലിബ്രേഷൻ വേണം. ഇന്ന് നമ്മൾ പറയില്ലേ, യു പാസ് യുവർ ടെസ്റ്റ്, ദിസ് കോൾസ് ഫോർ എ സെലിബ്രേഷൻ. ഇവിടെയും കോൾസ് ഫോർ, ദിസ് കോൾസ് ഫോർ എ സെലിബ്രേഷൻ. ഇവിടെ കോൾസ് ഫോറിന്റെ അർത്ഥം എന്താ അറിയോ? ഡിമാൻഡ്സ് അല്ലെങ്കിൽ ഡിസേർവ്സ്, അർഹിക്കുന്നു. ഇതൊരു സെലിബ്രേഷൻ അർഹിക്കുന്നു എന്നാണ് പറയുന്നത്.